ഒന്ന് ശ്രീ വേണു ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നേരത്തെ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് അടിവരയിട്ട് ഒന്നുകൂടി പറയുക. 2004 BJP തുടർഭരണം, അയ്യോ BJP എന്ന് പറഞ്ഞ് ഇവിടെ ന്യൂനപക്ഷങ്ങളെയും മതനിരപേക്ഷ വോട്ടർമാരെയും ചാക്കിലാക്കാൻ UDF ശ്രമിച്ചു. ഒരു MP കോൺഗ്രസിന് കിട്ടിയില്ല. 2019 എത്തുമ്പോൾ CBI ഡയറിക്കുറിപ്പ് 1-ാം ഭാഗമാണ് 2004 CBI ഡയറിക്കുറിപ്പിൻ്റെ 2-ാം ഭാഗമാണ് 2019. അത് വേണമെങ്കിൽ എഴുതി വെച്ചു. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ 2004-2019 കേരളത്തിൽ ആവർത്തിക്കും. അതിനേക്കാളേറെ ഇടതുപക്ഷം മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ശ്രീ വേണു ചോദിച്ച ചോദ്യം, ശബരിമല വിഷയം ഇടതുപക്ഷത്തിന് ആകെ എതിരാകുമെന്ന് ആദ്യം നിങ്ങളങ്ങോട്ട് മുദ്രകുത്തി പോകേണ്ടതില്ല. ശബരിമല വിഷയത്തിൽ ഞങ്ങളെടുത്ത നിലപാടായാലും മറ്റ് വിഷയങ്ങളിൽ ഞങ്ങളെടുത്ത നിലപാടായാലും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഓരോ സമീപനങ്ങളായാലും പ്രളയക്കെടുതി വിഷയത്തിലെ ഇടപെടലായാലും നിപ്പ ഇടപെടലായാലും ജനക്ഷേമ പ്രവർത്തനങ്ങളായാലും ഞങ്ങൾക്കൊരു പ്ലസ് വോട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് BJP വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇത് പറയുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ രാജേഷ് ഞാൻ ചോദിച്ച അക്കമിട്ട് നിരത്തി ചോദിച്ച പ്രകടന പത്രികയിൽ ഓരോ കാര്യത്തിനും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതാവ് പറഞ്ഞിരുന്നു, ശ്രീധരൻപിള്ള, പ്രകടന പത്രികയെ പറഞ്ഞല്ല, അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ശ്രീധരൻപിള്ള പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പെട്രോൾ വില വർധനവും ഒന്നും രാജേഷ് പറയാത്തതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. പിന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ, എല്ലാ തെരഞ്ഞെടുപ്പിലും രാമക്ഷേത്രമുണ്ട്. 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം 96, 98, 99, 2004, 2009, 2014 തെരഞ്ഞെടുപ്പുകളിൽ ഇവരെ എഴുതി വെച്ചല്ലോ പ്രകടന പത്രികയിൽ ശ്രീ വേണു രാമക്ഷേത്രം. 2 തവണ വരായിരുന്നല്ലോ അധികാരത്തിൽ, പണിതോ ഇല്ല. അപ്പോൾ BJP ഇങ്ങനെ തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല. പക്ഷേ BJPയുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ചോരുന്ന തെരഞ്ഞെടുപ്പാണിത്. കാരണം BJPയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചവർ കള്ളപ്പണം ഇല്ലാതാവും, ബാങ്കിൽ അക്കൗണ്ടിൽ പണം വരും, തൊഴിലില്ലായ്മക്ക് പരിഹാരം കാണും, അല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടാവില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചു. അത് ഇല്ലെന്ന് മനസ്സിലായപ്പോൾ BJPക്കെതിരായി അവർ നിൽക്കുന്നു. രാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്. അപ്പൊ BJP പശ്ചിമ ബംഗാളിലെയും കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോയിട്ട് പല നദികളും ഫില്ലായി കിടക്കുന്ന റിയാസ് പറയുമ്പോഴേക്കും ഇതൊക്കെ ഓർക്കേണ്ട റിയാസേ. എന്തെങ്കിലും പിന്നെ പ്രളയത്തിൽ നിങ്ങൾക്ക് വോട്ടോ 450 പേരെ MM മണിയുടെ ധാർഷ്ട്യത്തിൽ തുറന്നുകൊണ്ട് കൊന്നിട്ട് അതിനനുകൂലമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ശബരിമലയിൽ കനകദുർഗയെയും ബിന്ദുവിനെയും മുൻനിർത്തി എന്തേ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയില്ല? ഈ കനകദുർഗയും ബിന്ദുവുമാണ് സന്നിധാനത്ത് പോയിട്ട് LDFന്റെ നിലപാട് നടപ്പിലാക്കി. അതുകൊണ്ട് കനകദുർഗയെയും ബിന്ദുവിനെയും പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്തു. ധൈര്യം ഉണ്ടായിരുന്നോ? ഫ്രീസറിൽ അടച്ചിട്ടിരുന്നില്ലേ? ഫ്രീസറിൽ കനകദുർഗയും ബിന്ദുവിനെ നിങ്ങൾ പുറത്ത് കാണിച്ചോ? പോലീസ് സെക്യൂരിറ്റിയിൽ കണ്ണൂരിലെ വീട്ടിൽ പാർപ്പിച്ചിട്ട് പുറത്തിറങ്ങുന്ന ഡയറക്ഷൻ കൊടുത്തിരുന്നു. ജനങ്ങൾ ചർച്ച ചെയ്ത് മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കരുത്. ഓടിച്ചിട്ടടിച്ചതും ഒളിച്ചു കയറ്റിയതും മറക്കില്ല. മഷിയിൽ വിരലിൽ നീലമഷി പടരും പോലേക്ക് നീലിമല മറക്കരുത്. ഇങ്ങനെയുള്ള വിശ്വാസ സമൂഹം ഉയർത്തിവിട്ട മുദ്രാവാക്യങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്തത്. കേരള സമൂഹം മൊത്തം പോളറൈസ്ഡ് ആയി ഓൺ എയർ പോകുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ എത്ര സീറ്റ് വരും? എന്റെ ലാൽകുമാറെ ഞാൻ പറഞ്ഞോട്ടെ, എത്ര സീറ്റ് കിട്ടുമെന്ന് പ്രവചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തന, ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് അങ്ങേ പോലൊരു മാധ്യമ പ്രവർത്തകർ ചോദിക്കാമോ? ഒരു രാഷ്ട്രീയ പ്രവർത്തനം വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുന്നത് ചർച്ചയല്ലേ, ജനങ്ങൾ കാണുന്നില്ലേ? ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. അങ്ങ് ചോദിക്കുമ്പോൾ എത്ര ഉത്തരം പറയില്ലേ, ഞാൻ എത്ര സീറ്റ് കിട്ടുമെന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഗ്രൗണ്ടിൽ നിന്നും കിട്ടുന്ന പൾസ് അനുസരിച്ച് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള സീറ്റുകളും വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റവും ഉണ്ടാകും. ഇത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇത്രേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി അതിലപ്പുറം പറഞ്ഞില്ല എന്ന് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ജയിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ആ ചോദ്യം എന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന വികാരത്തെ വോട്ടാക്കി അത് വിജയ ശതമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ഒരു സെക്കൻഡ് സാഹചര്യം ഉണ്ടോ എന്നാണ് അതിന്റെ കാരണം. അങ്ങനെ ഒരു ചോദ്യം പ്രസക്തമാകുന്നതിന്റെ കാരണം ഇവിടെ ഒരു വിശ്വാസി പക്ഷം എന്ന നിലയിലൊരു ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്, സമ്മതിക്കുന്നു. ആ വിഭാഗം നിങ്ങളെ കുറച്ച് പേർ നിങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് UDFും നിങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം, UDF ഈ കാര്യത്തിൽ വിജയത്തിലേക്ക് എത്താൻ കഴിയുന്ന അത്രയും സോളിഡായ ഒരു വോട്ട് ബാങ്ക് ഉള്ളവരാണ്. അവരിലേക്കാണ് ഈ പറയുന്ന വികാരം കൂടെയുള്ള ഒരു കൂട്ടർ എത്തുന്നത്. അപ്പോ അത് ഒരു സെക്കൻഡ്, അത് വിജയത്തിലേക്ക് ഉയർത്താൻ കഴിയും. ഒരു സെക്കൻഡ്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു കോമ്പിനേഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ വികാരത്തിന്റെ ഒരു
പരിച്ഛേദം കിട്ടിയാലും ശരി, അത് സമ്മതിക്കാം, അത്രയും സമ്മതിക്കാം. പക്ഷേ അത് വിജയത്തിലേക്കുള്ളൊരു കുതിപ്പാക്കി മാറ്റാൻ കഴിയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് 1.36 പത്തനംതിട്ടയിൽ എം ഡി രമേശ് നേടിയത്, 1.95 മറ്റോ ആണ്, 1.91 നിയമസഭയിലേക്ക്. ഇത് രണ്ടും കൂടെ ചേർന്ന് ഇതിന്റെ ഒരു ഇരട്ടിയും കൂടെ കിട്ടിയാൽ പോലും വിന്നബിലിറ്റിയിലേക്ക് പോകാൻ സുരേന്ദ്രന് കഴിയില്ല എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ നിങ്ങളുടെ വോട്ട്. ഒരു സെക്കൻഡ് 2,03,000 വോട്ട് തൃശ്ശൂരുണ്ട് അസംബ്ലിയിൽ, 2,03,000 വോട്ട്. പിന്നെ വേണു, ഞങ്ങൾക്ക് ത്രിപുരയിൽ 2% എന്റെ ലാലോ തടസ്സപ്പെടുത്തി വേണു. ത്രിപുരയിൽ ഞാൻ പറഞ്ഞോട്ടെ, ത്രിപുരയിൽ 2% വോട്ടുണ്ടായിരുന്നു, ഭരിക്കുക. അരവിന്ദ് കെജ്രിവാളിന് എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ? രാഷ്ട്രീയത്തിൽ സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് 100-150 വോട്ട് മാത്രം ഉണ്ടായിരുന്ന വാർഡുകളിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 1600-2000 വോട്ടുകൾക്ക് ഞങ്ങൾ പിടിച്ചിട്ട് LDFന്റെ 3 മേയർ ക്യാൻഡിഡേറ്റുമാരെ, ജയൻ ബാബു ഉൾപ്പെടെ 3 പേരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അട്ടിമറിച്ച് ഞങ്ങൾ മുന്നോട്ട് വന്നു. അതാണ് ചരിത്രം. ഈ മുന്നേറ്റമാണ് ഞങ്ങൾക്ക് കരുതുപകരുന്നത്. ഈ രാഷ്ട്രീയ ചരിത്രമാണ്. അതിനനുസരിച്ചുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്, അതിനനുസരിച്ചുള്ള ഗ്രൗണ്ട് പൾസ് അത് വെച്ചുകൊണ്ടാണ്. ഒരു സെക്കൻഡ് മുഹമ്മദ് റിയാസ്